അയ്യോ ഞങ്ങൾ അതിരപ്പിലെത്തി. ഭയങ്കര സന്തോഷം എന്താണെന്നറിയില്ല. കുറേ വെള്ളം ഒരുമിച്ച് കണ്ടിട്ടിരിക്കും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് എൻജോയ് വിത്ത് മീ. അപ്പോൾ നമ്മൾ അതിരപ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് തന്നെയാണ് വന്നത്. ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി അതിരപ്പിൽ കാണാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഏതാണ്ട് ഉച്ചക്കായപ്പോൾ അതിരപ്പള്ളിക്ക് ഒരു കുഞ്ഞു ട്രിപ്പ് പോയി. പുള്ളിക്കാരി വിക്ടറി തലതിരിച്ച് പിടിച്ചിട്ടൊക്കെ ആയിട്ടാ നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി സ്റ്റാൻഡിലെത്തി. ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോയത് KSRTC-യിലാണ് കേട്ടോ. നമുക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി അതിരപ്പള്ളിക്ക് 80 രൂപയുടെ ടിക്കറ്റ് ആട്ടോ ആയത്. പുള്ളിക്കാരി ഇരുന്ന് ചിരിക്കണൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അമ്മയ്ക്ക് വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളച്ചാട്ടത്ത് കേട്ടപ്പോൾ എന്നേൽ ആദ്യം ബാഗ് എടുത്ത് റെഡി ആയത് അമ്മയാട്ടാ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാട്ടോ പോയത്. എനിക്കിങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ മലയും കുന്നും വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നല്ല മഴ പെയ്തത്. അപ്പോൾ ആ മഴയത് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി കണ്ട ആദ്യം തന്നെ ഒരു ചായയും ബജിയാട്ടോ കഴിച്ചത്. ഷികയുടെ വീട് ചാലക്കുടി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷികയും മേമയും ഞങ്ങളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ റെയിൻകോട്ട് എടുത്തിട്ട് ഞങ്ങൾ ഓൾറെഡി ബാഗിൽ സെറ്റൊക്കെ ചെയ്തിട്ടാട്ടോ പോയത് റെയിൻകോട്ട്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി പോകാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. കയറി പോകല് പെട്ടെന്ന് നടന്നു, പക്ഷേ ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അമ്മ ആദ്യം അവിടെ പോയി നിന്ന് ശക്തിമാൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ദേ പോണ് വവ്വാല്. അയ്യോ ഞങ്ങളങ്ങനെ അതിരപ്പിലെത്തി. ഭയങ്കര സന്തോഷം എന്താണെന്നറിയില്ല. കുറേ വെള്ളം ഒരുമിച്ച് കണ്ടിട്ടിരിക്കും. നല്ല മഴയായതുകൊണ്ട് തന്നെ അതിരപ്പള്ളി കാണാനായിട്ട് നല്ല രസമായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ അകലയിൽ നിന്ന് കാണാൻ വന്നായിരുന്നു. അതിരപ്പള്ളി കാണാൻ പോണവരാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പോയിക്കോളൂ. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ പ്രഹസനങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളന്ന് ചെന്ന ദിവസം അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പറഞ്ഞ ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുമ്പോൾ പോണവരതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്, എല്ലാവരും വെറൈറ്റി റെയിൻകോട്ട് ഇരിക്കണം. ശരിക്കും ഒരു മഴവില്ല് പോലെ കളർഫുള്ളായിരുന്നു. ഈ ഭാഗത്തൊന്നും ഞങ്ങളെ കടത്തി വിട്ടിരുന്നില്ല കേട്ടോ. ഈ വഴി പോയിരുന്നെങ്കിൽ നമുക്ക് അടുത്ത് ചെന്നങ്ങാണ്ട് വെള്ളച്ചാട്ടം കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറാൻ അത്യാവശ്യം നല്ല പണിയായിരുന്നു. ഇറങ്ങാനല്ല കയറാനാണ് കേസ്പാട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും പട്ടിയായി. റോട്ടിൽ അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് എല്ലാവരും ഷീറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ശിഖനെ ഞങ്ങൾ പോണ വഴിക്ക് റോട്ടിൽ തട്ടും. വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.